ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 239 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 13-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനെ പറഞ്ഞു നിർത്തിയത്. നമുക്കത് ശ്രദ്ധിക്കാം. മാത്രമല്ല, ഈ ആത്മാക്കൾ മർദ്ദിക്കപ്പെടുവാൻ ഇടവരുന്ന പക്ഷം പൂർവാധികം ഹൃദയ സമാധാനത്തോടെയും തങ്ങളെ ഹിംസിക്കുന്നവരെ കുറിച്ച് ലേശമെങ്കിലും ശത്രുഭാവമോ പ്രതികാരേച്ഛയോ കൂടാതെയും അകമഴിഞ്ഞ് അതിൽ ആനന്ദിക്കുവാൻ അവർക്ക് കഴിവുണ്ടാകും. കഴിഞ്ഞ സഭയിൽ നമ്മൾ ചിന്തിച്ചതാണ്. അവരുടെ നേർക്ക് സവിശേഷമായ ഒരു സ്നേഹഭാവം പുലർത്താൻ പോലും സാധിക്കും. സവിശേഷമായ സ്നേഹഭാവത്തോടുകൂടെ തങ്ങളെ വെറുക്കുകയോ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളുടെ നേർക്ക് അവരുടെ മനോഭാവം അങ്ങനെ ആയിരിക്കും. തന്നിമിത്തം അവരെ ഏതെങ്കിലും വിഷമസ്ഥിതിയിൽ കാണുന്നത് അവർക്ക് ദുസ്സഹമായിരിക്കും. നമുക്ക് വേദനയും ബുദ്ധിമുട്ടും വരുത്തിയ ആൾക്കാർ വിഷമിക്കാൻ ഇടവരുന്നത് കാണുന്നത് ദുസ്സഹമായിരിക്കും. നമുക്കറിയാം, സാധാരണ അനുഭവങ്ങൾ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും വിഷമം വരുത്തിയ ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നതായിട്ട് കണ്ടാൽ കേട്ടാൽ അപ്പോൾ ഗൂഢമായ സന്തോഷം എടുക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരട്ടെ, അങ്ങനെ ചില അനുഭവിക്കട്ടെ, അങ്ങനത്തെ ഒരു ചിന്ത. അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ഉപദ്രവം ചെയ്ത വ്യക്തികൾ നന്നായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പുരോഗമിക്കുന്നത് കാണുമ്പം അസൂയയുടെ അസ്വസ്ഥത, ഇതൊന്നും ലേശം പോലും ഇല്ല ഇവിടെ. നമുക്ക് ഉപദ്രവം വരുന്ന വ്യക്തികൾക്ക് സഹനവും ഞെരുക്കവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പം വലിയ ദുസ്സഹമായ വേദന ഉണ്ടാവുകയാണ്. അത് യഥാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ സകല കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യും. വേദന മാത്രമല്ല, തങ്ങളോട് ശത്രുത കാണിച്ച വ്യക്തികൾ, തങ്ങളെ ഉപദ്രവിച്ച വ്യക്തികൾ, അവർ ഞെരുക്കത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അതിനകത്ത് അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഉള്ള സകല കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെയധികം താല്പര്യത്തോടെയാണ്. വലിയ താല്പര്യത്തോടെ, ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും നമ്പരത്തോടും കൂടെ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകുന്ന വിശേഷ വരങ്ങളിൽ കുറെയെല്ലാം അവർക്കായി വിട്ടുകൊടുക്കാൻ പോലും ഇവർക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം തനിക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ആനുഗ്രഹങ്ങൾ, വിശേഷ വരദാനങ്ങൾ, അതുപോലും മറ്റുള്ളവർക്ക് കിട്ടാനായിട്ട് ശ്രദ്ധ കാണിച്ചു നമ്മളെ വെറുത്തും വിദ്വേഷിച്ചും അകന്നു പോകുന്ന ആളുകൾ കിട്ടാനായിട്ട് പോലും വിട്ടുകൊടുത്തേക്കാം. എൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തേരെ കർത്താവേ. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഒരു ധ്യാന അവസരത്തിൽ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സിസ്റ്റേഴ്സ് അടുത്ത ധ്യാനമാണ്. 3 സിസ്റ്റേഴ്സിന് നേർക്ക് ഈശോ കോപത്തോടെ നോക്കുന്നതായ ഒരു സംഭവം ഫൗസ്റ്റീന രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ നോട്ടം ആ സഹോദരന്മാരുടെ നേർക്ക് കാണുമ്പോൾ ഫൗസ്റ്റീന ഞടുങ്ങി പോകുന്നുണ്ട്. അത് 1 പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3-ാം പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഫൗസ്റ്റീന വല്ലാണ്ട് വിഷമിച്ചു. കർത്താവേ, കാരുണ്യം തന്നെയല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? എന്നിട്ട് അവസാനം ഫൗസ്റ്റീന പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ നേർക്ക് എപ്പോഴും തരുന്ന സ്നേഹത്തിൻ്റെ കടാക്ഷം അവർക്ക് കൊടുത്തിട്ട് അവിടെ നേർക്ക് അങ്ങ് കൊടുക്കുന്നതായി പരുഷമായ നോട്ടം എനിക്ക് തന്നേരെ. ഇങ്ങനെ സ്നേഹത്തെ പറ്റി ഫൗസ്റ്റീന യാചിച്ചു എന്ന് അവർ എഴുതുകയാണ്. അപ്പോൾ ഈശോ പുഞ്ചിരിയോടെ അവളെ നോക്കിയിട്ട് പറഞ്ഞു, അവര് ഈ ധ്യാനത്തിൽ നിന്നും എൻ്റെ പക്കൽ നിന്ന് ഒരു അനുഗ്രഹവും ഒരു കൃപാവരവും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ചോദിക്കുന്നില്ല, നിസ്സംഗതയില്ല ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ വിഷമമാണ്. അവർ ചോദിക്കുന്നില്ലെങ്കിലും ഞാൻ അവർക്ക് കുറച്ച് കൊടുക്കാം, നീ ഇങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ട്. അപ്പോൾ ഫൗസ്റ്റീന തനിക്ക് ഈശോ നൽകുന്നതായ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അടുപ്പത്തിൻ്റെ പുഞ്ചിരി, മുഖഭാവം, നോട്ടം, അത് വിട്ടുകളഞ്ഞിട്ട് അത് കൊടുത്തേര അവർക്ക്. എന്നിട്ട് അവിടെ നിരക്കുള്ള കോപത്തിന് അവിടെ എനിക്ക് തന്നാൽ മതി എന്ന് പറയാൻ മാത്രം ഫൗസ്റ്റീനയുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു എന്ന് നമ്മൾ ഡയറി വായിക്കുമ്പോൾ ഇവിടെ മദ്രസ എഴുതുന്നതുമായിട്ട് കൃത്യം കൂട്ടിച്ചേർന്ന് വരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം അവിടെ നൽകുന്ന വിശേഷ വരങ്ങളിൽ കുറെയെല്ലാം അവർക്കായി വിട്ടുകൊടുക്കാൻ പോലും ഇവർക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിനെ ദ്രോഹിക്കുന്നതിൽ നിന്ന് അങ്ങനെയെങ്കിലും അവരെ തടയാമല്ലോ എന്നത്രേ ഇവരുടെ പ്രതീക്ഷ. അപ്പോൾ അവരുടെ നേർക്കുള്ള സ്നേഹം ഒന്ന്, ഒരു അതിനേക്കാൾ കൂടുതൽ കർത്താവിനെ അവർ വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. കർത്താവ് വിഷമിക്കാൻ ഇട വരരുത്, അതാണ്, ആ നൊമ്പരമാണ്. അത് വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ പോലും കർത്താവിനോട് ആവശ്യപ്പെടുന്ന തയ്യാറാകുന്നതും. 6-ാമത്തെ ഖണ്ഡിക, സർവോപരി എന്നെ വിസ്മയിപ്പിക്കുന്നത് എന്തെന്ന് ഇനി പറയാം. അടുത്ത ഒരു ഫലം പറയുകയാണ്. നമ്മൾ 3 ഫലങ്ങളാണ് കണ്ടത്. 4-ാമത്തെ ഫലം പറയുകയാണ്. ഏറ്റവും വിസ്മയം ഉണ്ടാക്കുന്ന മദ്രസയ്ക്ക് ഈ ഒരു അനുഭവം. എന്താണ് ഫലം?
മരിക്കുന്നതിനും അങ്ങനെ നമ്മുടെ കർത്താവിനെ അനുഭവിക്കുന്നതിനും വേണ്ടി ഈ ആത്മാക്കൾ പെട്ട പാടുകളും സഹിച്ച ക്ലേശങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. അമൃത നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുമാത്രം മരിച്ച കർത്താവിലൂടെ ആയിരുന്നാൽ മതി, മരണം താമസിച്ചു പോകുമോ എന്ന ചിന്ത വരുമ്പോൾ തന്നെ സഖി കെട്ട് വാവിട്ട് കാറാൻ മാത്രമുള്ള വിഷമമാണ്. അങ്ങനെ ഞെരുങ്ങിയിരുന്ന അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ അവിടത്തേക്ക് സേവനമനുഷ്ഠിക്കുവാനും തങ്ങൾ വഴി അവിടുന്ന് സ്തുതിക്കപ്പെടുവാനും വല്ല ആത്മാവിനും കഴിവ് പോലെ സഹായം ചെയ്യുവാനും അത്രേ അവർക്കുള്ള അതിതീവ്രമായ ആഗ്രഹം. മരിച്ചെങ്ങനെയെങ്കിലും സ്വർഗത്തിൽ അത് നമ്മുടെ കൂടെ ആയിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ അവസ്ഥ മാറിപ്പോയി. അത് ഇല്ലെന്നല്ല, വേണ്ടെന്നല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതൽ പരമാവധി ആൾക്കാർ ഈശോയെ അറിയണം, ദൈവത്തെ അറിയണം, തങ്ങൾ അനുഭവിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു വരണം. അതാണ് ആഗ്രഹം. അതിന് മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, ഉള്ളിൽ ഈ വ്യക്തി, ഈ ആത്മാവ് ദൈവത്തെ അനുഭവിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ പ്രാപിച്ചു കഴിഞ്ഞ ഒരവസ്ഥയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ കിട്ടുന്നുണ്ട്, നിരന്തരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഉറപ്പാണ്. ഇതിലേക്ക് ആൾക്കാർ എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ആഗ്രഹം. മരിച്ച് എങ്ങനെയെങ്കിലും അവിടെ ചെല്ലുക എന്നുള്ളത് വിട്ടുപോയി. ഇത് ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് നമ്മദ്രസ പറയുകയാണ്. മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, വല്ലൊരു നിസ്സാര കാര്യമെങ്കിലും കർത്താവിൻ്റെ സ്തുതിക്ക് ഉപകരിക്കത്തക്ക വിധം നിർവഹിക്കുവാൻ വേണ്ടി ആവശ്യമെങ്കിൽ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കാൻ തന്നെയും അവർക്ക് സമ്മതമാണ്. എന്തെങ്കിലും ഉപകാരം കർത്താവിൻ്റെ സ്തുതിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച് ദീർഘകാലം ജീവിക്കാൻ തന്നെയും അവർക്ക് സമ്മതമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മിക്കുകയാണ് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 21-25 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയും, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. ജീവിക്കണോ മരിക്കണോ ചിന്തിക്കുമ്പോൾ എനിക്ക് മരിച്ച കർത്താവിലൂടെ ആയിരിക്കാനാണ് ഇഷ്ടം, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഈ രണ്ട് ആഗ്രഹങ്ങൾക്കൂടെ ഞാൻ ഞെരുങ്ങുകയാണ്. എന്താണ് തിരഞ്ഞെടുക്കണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് ആവശ്യമാണ് ഞാൻ ജീവിച്ചിരിക്കുക. അവിടെ ഞാൻ ഇനിയും ഭൂമിയിൽ ഉണ്ടായിരിക്കും, അനേക നാളുകൾ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ട് എന്നപ്പോൾ സ്വരം പറയുമ്പോൾ മദ്രസ പറയുന്ന കാര്യം തന്നെയാണ്. മരിച്ച സ്വർഗത്തിലായിരിക്കും സന്തോഷം. പക്ഷെ അതിനേക്കാളും ഇപ്പോൾ അപ്പസ്തലന്റെ ആഗ്രഹം, ഈശോ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ പരമാവധി ചെയ്ത് അനേകർക്ക് ദൈവത്തിലേക്ക് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി ഭൂമി ജീവിക്കണം പരമാവധി. അങ്ങനെയുള്ള ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ വരുന്നുവെന്ന് മദ്രസ പറയുകയാണ്. ശരീരം വെടിഞ്ഞാൽ ഉടൻ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് തീർച്ച അറിഞ്ഞാൽ പോലും അവരുടെ മനോഭാവത്തിന് വ്യത്യാസമൊന്നും ഭവിക്കുകയില്ല. ഇപ്പം മരിച്ചാൽ ഇപ്പം തന്നെ സ്വർഗത്തിലാണ് എന്നല്ല ഉറപ്പാണെങ്കിൽ പോലും സ്വർഗത്തോട് പോകണമെന്നില്ല. ഇവിടുന്ന് പരമാവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി, അങ്ങനെ ചിന്തിക്കുകയാണ്. പുണ്യവാന്മാർ അനുഭവിക്കുന്ന മഹിമയെക്കുറിച്ചുള്ള ചിന്തയും അതിൽ പ്രവേശിക്കാനുള്ള ആവേശമായി പരിണമിക്കുകയില്ല. വിശുദ്ധ സ്വർഗത്തിൽ എന്തുമാത്രം മഹത്വം അനുഭവിക്കുന്നു, ആനന്ദം അനുഭവിക്കുന്നു, സ്വർഗ സൗഭാഗ്യത്തിലാണ്. അതുപോലെ ആകണ്ടേ, ആ ചിന്തയൊന്നും ഇതിൻ്റെ ഒരു മാറ്റം വരുത്തുന്നില്ല. ക്രൂശിതനെ അല്പമെങ്കിലും കഴിവ് പോലെ സഹായിക്കുന്നതിലാണ് തങ്ങളുടെ മഹത്വം അടങ്ങിയിരിക്കുന്നതെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ക്രൂശിതനായ ഈശോ, ആ ഈശോയിലേക്കാണ് ഇവിടെ സത്യ താല്പര്യം മുഴുവൻ വരുന്നത്. ഞാൻ ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ ക്രൂശിതനായ ഈശോയുടെ തിരുമുഖമാണ് പശ്ചാത്തലമായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ക്രൂശിതനായ ഈശോയെ തന്നെ നോക്കി ഒരുപാട് ധ്യാനിക്കണം. അൽഫോൻസാമ്മയുടെ മുറിയിലെ മേശപ്പുറത്ത് കുരിശു രൂപവും ഈ അമ്മയുടെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഈശോയുടെ മൃതശരീരത്തിൻ്റെ പിയ്യത്ത ചിത്രവും വ്യാഘ്രമാതാവിൻ്റെ ചിത്രവും, അതുപോലെ തന്നെ ഈശോയുടെ ഇതാ മനുഷ്യൻ എന്ന് പിലാത്തോസ് പറയുന്ന അവസരത്തിലുള്ള മുൾമുടി ധരിച്ച് ചോര ഒലിച്ചുകൊണ്ടുള്ള തിരുമുഖത്തിന്റെ ചിത്രവും, ഇത് മൂന്നുമാണ് അൽഫോൻസാമ്മ എന്നെ എപ്പോഴും വെച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ച്, അതും ക്രൂശിതനായെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ല ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായ ഈശോയിലേക്കുള്ള നമ്മുടെ നോട്ടം ഒരിക്കലും മാഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. ഈശോയുടെ പീഡാസഹനത്തിന്റെ ഓർമ്മ സദാ നമ്മുടെ മനസ്സിൽ നിലനിർത്തണം. ആ പീഡാസഹനത്തിന്റെ ഓരോ വ്യക്തതയും ഓരോ വിശദാംശവും നമ്മളെ ഈശോയുടെ ഹൃദയത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എന്തിനു വേണ്ടി ഈശോ ഇങ്ങനെ മരിച്ചുവെന്നുള്ള ആ ഒരു ചിന്ത വന്നിട്ട് അങ്ങനെ തീക്ഷ്ണത കൊണ്ട് ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. അവിടെ നിൽക്കുന്ന നമ്മൾ നോട്ടം മാറിപ്പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ക്രൂശിതനെ അല്പമെങ്കിലും കഴിവ് പോലെ സഹായിക്കുന്നതിലാണ് തങ്ങളുടെ മഹത്വം അടങ്ങിയിരിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈശോ ക്രൂശിക്കപ്പെട്ടത് പിശാചിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
പിശാചിൻ്റെ കസ്റ്റഡിയിലുള്ള പാപികളെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചെതറിക്കുകയാണ്, എൻ്റെ കൂടെ അല്ലാത്തതിൻ്റെ എതിരാളിയാണെന്നൊക്കെ ഈശോ പറയുമ്പോൾ ഈശോ ആ ഒരു പിശാചിൻ്റെ പുറത്ത് നശിപ്പിക്കുന്ന വലിയ പ്രവൃത്തി ചെയ്ത് കുരിശിലാണ്, കുരിശിലെ പരിഹാരം ബലിയിലാണ്. ആ കുരിശോട് നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മൾ അൾത്താരയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ എല്ലാം ആ കുരിശിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ക്രൂശിതനെ മറന്നിട്ട് കുരിശിന് അർത്ഥമില്ല എന്നൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഹല്ലേലൂയ. അവിടുന്ന് എന്തുമാത്രം ദ്രോഹിക്കപ്പെടുന്നെന്നും സമസ്തവും പരിത്യജിച്ച് തന്റെ ബഹുമാനത്തിന് വേണ്ടി യഥാർത്ഥമായ തീക്ഷ്ണത പ്രദർശിപ്പിക്കുന്നവർ എത്ര വിരളമെന്നും കാണുന്നത് പ്രസ്തുത ബോധ്യത്തിന് ഉപോത്ബലകം അത്രയും. അവിടുന്ന് എന്തുമാത്രം ദ്രോഹിക്കപ്പെടുന്നു. പീഡ സഹിച്ച ആ ദിവസങ്ങളിൽ, ആ മണിക്കൂറിൽ മാത്രമല്ല, അതിനുശേഷം ഇതുവരെയും അനേക വിശുദ്ധർ പങ്കുവെക്കുന്ന ഒരു ദർശനമാണ് കുരിശിൽ കിടന്ന് ചോരപുത്തനായിട്ട് മുറിവുകളെല്ലാം തുറന്ന് ഒഴുകുന്ന അവസ്ഥയിൽ പൊളയുന്ന ഈശോ കാണപ്പെടുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു, പാപികൾക്ക് വേണ്ടി എൻ്റെ പീഡസനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഫൗസ്റ്റീനയുടെ ഡയറിയിലും എബ്രാസ്യാമയുടെ ലിഖിതങ്ങളും എല്ലാം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഈശോയുടെ സഹനത്തിൻ്റെ അനുഭവം ഫാത്തിമാല ദർശനത്തിലും ഫ്രാൻസിസ്കോയും ജസീന്തായും ഒക്കെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നൊമ്പരം കണ്ടിട്ട് ആ നൊമ്പരം തീർക്കാൻ പാപികളുടെ മനഃശുദ്ധത്തിന് വേണ്ടി തീക്ഷ്ണമായ പ്രായശ്ചിത്ത കൃത്യങ്ങളിൽ പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അമ്മ ത്രേസ്യ പങ്കുവെക്കുന്ന ആത്മീയ അനുഭവത്തോട് ചേർന്ന് വരെ നമ്മൾ കാണുകയാണ്. യഥാർത്ഥമായ തീക്ഷ്ണത പ്രദർശിപ്പിക്കുന്നത് എത്ര വിരളമാണെന്ന് കാണുന്നത് പ്രസ്തുത ബോധ്യത്തിന് ഉപോത്ബലകവും അത്രയും. ഫിലിപ്പിയർ 2:21 വാക്യത്തിൽ ഈശോയെ അനുഗമിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അപ്പസ്തലൻ പറയുകയാണ്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. അപ്പം നമ്മളും ഇന്ന് ഈ ഒരു വലിയ അപകടത്തിലാണ്. അനേകർ പോകുന്നത് നമ്മൾ സമ്മതിച്ചേ മതിയാവൂ. അതായത് ഈശോയുടെ പേര് പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ വൈദികരായും സന്യസ്തരായും ശുശ്രൂഷകരായും സഭാംഗങ്ങളായിട്ടും ഒക്കെ നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴും ഓരോരുത്തരും സ്വന്തം മഹത്വം അന്വേഷിക്കാൻ ഇടവരുന്നു. ഈശോയുടെ മഹത്വം, ഈശോയുടെ ഉള്ള്, ഈശോ എന്താ ആഗ്രഹിക്കുന്നത്, പിതാവിൻ്റെ പദ്ധതി എന്താ, അത് ചിന്തിക്കാനായിട്ട് ആർക്കത് താല്പര്യമില്ലാതെ പോവുകയാണ്. അത് വലിയ അപകടമാണ്. ഇതെല്ലാം ഒരു നൊമ്പരമായിട്ട് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെട്ടിട്ട് ആ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ, ആത്മാക്കൾ കൂടി ജീവിക്കാൻ തീർച്ചയായും കൊണ്ട് ജ്വലിക്കുന്ന അനുഭവം ഹല്ലേലൂയ അമൃതയുടെ പറയുകയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും മുഖമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.